ഹായ്, ഇതാണ് എൻ്റെ അക്കൗണ്ട്. നമുക്കാദ്യം ഈ ഫുട്ബോൾ ടൂർണമെൻറ്റ് കളിച്ചു. ഫുട്ബോൾ ലീഗ് ഡിവിഷൻ 3 ആയിട്ടുള്ള നോക്കണ്ട. 4 ലോസ്, 2 വിന്ന്, 1 ഡ്രോ. ഞാൻ കളിക്കണ കൂട്ടത്തിലില്ല. ഡേവിഡ്സ് പോകുന്നില്ല. കൈക്കൊള്ളുന്നവർക്ക് പോസ്റ്റ് കൊടുത്ത് ഡിഫൻസ്. ഈ നീല കത്തണ എല്ലാം ഇത് കളിപ്പിക്കാൻ തോന്നുന്നു. അതുകൊണ്ട് ഈ ഡേവിഡ്സിനൊക്കെ മാറ്റിയത്. ഇതിൻ്റെ അല്ല ഡിഫൻസീവ് ഇടാം. ഓക്കെ, ഓപ്പോസിറ്റ് റൊണാൾഡൊക്കെ ഉണ്ടട്ടോ. റോണി പയ്യനല്ലേ യുണൈറ്റഡിലൊക്കെ ഉണ്ടായിരുന്നു. DMF കുഴപ്പമില്ല, നല്ല സ്കോഡുണ്ട്. ഫുഡൊക്കെ ദൂരോ കുറേ പേരുണ്ട്. കുഴപ്പമില്ല, കളിച്ചു നോക്കാം. ഡിവിഷനൊന്നും ഞാൻ അധികം കളിക്കാറില്ല. ഞാൻ അങ്ങനെ കളിക്കുക മറ്റേ ടൂർണമെൻറ്റും മറ്റേ ഈ കോയിൻ എടുക്കും, കറക്കും. പിന്നെ എല്ലാ പ്ലേയേഴ്സിനെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ട്ലി മാച്ച്, പിന്നെ ലീഗ് കളിക്കും. ലീഗൊക്കെ പൊട്ടലാണ്. അത് കളിച്ച് ശീലമാക്കണമെന്നുണ്ട്. സ്ഥിരമായിട്ട് ഇരിക്കാനും സമയം കിട്ടാറില്ല, ഇരിക്കാനും തോന്നാറില്ല. നോക്കിയൊക്കെ അയ്യോ, കോസ്റ്റ കൊടുത്ത ശരി. കോർണർ അടിച്ച ത്രോയ നമ്മുടെ ത്രോ അതല്ല ഉദ്ദേശിച്ചത്. നമ്മുടെ ത്രോയാണെന്ന് ഉദ്ദേശിച്ചത്. റോണി കണ്ടടിക്കും. നെയ്മർ എനിക്ക് ചറവ ഷോട്ടൊന്നും അടിക്കുന്നത് അത്രയ്ക്ക് താല്പര്യമില്ല. നല്ല ചാൻസ് കിട്ടില്ല. ഓപ്പൺ ചാൻസ് ഉണ്ടാക്കുക. പിന്നെ അതിപ്പോൾ ഗോളാക്കിയാലോ കേട്ടോ. റൊണാൾഡോ ആയതുകൊണ്ടാണ് എനിക്കൊരു പേടി. ത്രൂ ബോളുള്ള സാധനമില്ലായിരുന്നത്. ഭയങ്കര ടൈറ്റ് കളി പോലെ. പെല്ല ബേക്കറൊക്കെ എന്തൊക്കെയാണെങ്കിൽ ഓടി സപ്പോർട്ട് ചെയ്യാൻ വന്നതാണ്.
ഫസ്റ്റ് കൂടി കൈ പോയി. റോണി പാസ്. ഞാൻ ഈ മാച്ചപ്പിൻ്റെ ആളല്ല കേട്ടോ, തെറ്റിരിക്കണ്ട. മാച്ചപ്പം ചെയ്യല് വളരെ കുറവാണ്. പ്രസ് ഓൺലി നല്ല മാച്ചപ്പ് ചെയ്യും, പക്ഷെ സ്ഥിരമായിട്ട് അത്രയ്ക്ക് ഇതായിട്ടുള്ള സിറ്റുവേഷൻ അല്ലേ, ഇതിൽ മാത്രമേ ഈ മാച്ചപ്പ് ചെയ്യാറുള്ളൂ. വില തന്നെ വില ടീണീത് അയക്കില്ല. റോണോ പൊട്ടി നന്നായിട്ട് ഓടും. എന്തൊരു സാധനം പോയി സെലിബ്രേറ്റ് ചെയ്ത് വന്നി. രസമുണ്ട് സെലിബ്രേഷൻ. റൊണാൾഡോ അടിച്ചു. ഈ സോബസ്ലൈൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് റയർ കാർഡാന്ന് തോന്നുന്നത്. ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആരെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. സോബസ്ലൈ എത്ര പേര് എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനൊരു സോബസ്ലൈ മാത്രമുള്ളപ്പോൾ ഒരു പാക്കിൽ, ഞാൻ ലിവർപൂൾ ഫാനാണ്, മാത്രമുള്ളപ്പോൾ ഉള്ള പാക്കിൽ എടുത്ത ഒരു 50 പ്ലേയേഴ്സിൻ്റെ ഇങ്ങനെ മുന്നൊരു പാക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് സോബസ്ലൈ എന്ന് പറഞ്ഞ ബ്ലിസ്റ്റാണ്. ബ്ലിസ്റ്റ് അടിക്കില്ല. സ്കിൽ കിട്ടാൻ വിളിച്ചോട്ടോ. എനിക്ക് മാച്ചപ്പ് പിടിക്കുന്നതാണ് താല്പര്യമില്ലാത്തത്. മാച്ചപ്പുള്ളവന്മാരെ മാച്ചപ്പും ഡബിൾ പ്ലസും റൂണിക്ക് കിട്ടും. എന്തുണ്ടായി ഞാൻ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്യണ വീഡിയോ ഇത്. അതന്നെ പൊട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണ്. തോൽവിയൊന്നും നമുക്ക് വിഷയമില്ല. തോൽവിയിൽ നിന്നല്ലേ പാഠം ഉൾക്കൊള്ളുന്നുണ്ട്. വിജയിച്ച് കയറാം. ഗോളടിക്കേ അല്ല. പോസ് ചെയ്ത് വയ്ക്കുക. ഞാനെൻ്റെ വീഡിയോ ഒന്ന് കട്ടായി പോയി. അപ്പം തന്നെ വീഡിയോ എടുത്തു. കയ്യിൽ നിന്ന് പോയത് പോസായി പോയി അറിയാണ്ട്, കൈ തെറ്റിയിട്ട്. റൂണി അവൻ്റെ കയ്യിലുണ്ട്. തരില്ല, കുഴപ്പമില്ല, പിടിക്കാൻ പറ്റും. ഏകദേശം ഫോർമേഷൻ്റെ ഷേപ്പൊക്കെ സെയിം പോലെ ഉണ്ട്. തുറത്തിനിറങ്ങിയവൻ ഡേഞ്ചറാണ് അവൻ. പക്ഷെ റൊണാൾഡോ കയറിയ
അയ്യോ അയ്യേ ഒരാവശ്യമില്ല ചോദിച്ചു വാങ്ങിച്ചെന്നു പ്രസ്സായി പോകുമ്പോൾ ഇതാ പ്രശ്നം. എൻ്റെ കൈ തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാണ്ട് പ്രസ്സായി പോകും. സെൻട്രിക്ക് അടിക്കുള്ളൂ, പലരും സെൻട്രിക്ക് അടിക്കുന്നു. കറക്റ്റ് അടിയത് തടയാറ്. ഞാനത് ഗ്രീസിനെ അടിക്കുന്ന വിചാരിച്ചു. കുഴപ്പമില്ല. ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്യണ കളി പൊട്ടിയിട്ട് തന്നെ തുടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയിച്ച് കാണിച്ചു തന്നിട്ട് തുടങ്ങുന്നത്. റൂണിക്ക് കൊടുക്കായിരുന്നു ഫസ്റ്റ്. ഇതാണ് സോബസ്ലൈൻ്റെ പ്രശ്നം. അതുകൊണ്ട് എത്ര പേരെടുത്തു എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എടുത്തു. എനിക്കിഷ്ടം ലിവർപൂളിലത്തെ പ്ലേയേഴ്സിന് ഒരുവിധം ഞാനങ്ങനെ റാഞ്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുവിധം പ്ലേയേഴ്സിന് ലിവർപൂൾ സ്കോഡ് അതായത് ഇതല്ല കേട്ടോ, ജെറാർഡിനൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഷോട്ട് മറ്റേ ബിഗ് ടൈമോ എപ്പിക്കോ അങ്ങനെയൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ അർണോൾഡിൻ്റെ ഒക്കെ പൊട്ടി. കുഴപ്പമില്ല. പിന്നെ കാണിച്ചു തരാം നമുക്ക്. കളി പൊട്ടി ഫസ്റ്റ് കളി പൊട്ടി. 5 കളി പൊട്ടിയിട്ടാണ് തുടക്കം. ലിവർപൂൾ സ്കോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. വേണ്ട, ലിവർപൂൾ സ്കോഡ് അല്ല. 10 പിള്ളേരും ഇന്നത്തെ ആൾക്കാരും. ഇതിൽ ജെറാർഡും ഉണ്ട്. ലെജൻഡ് ഐക്കോണിക്ക എന്താ പറയുക. എനിക്ക് നല്ല ഭാഗ്യമുള്ള അക്കൗണ്ട് എന്തായാലും. എനിക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഹയർ പ്ലേയേഴ്സിനൊക്കെ ഫസ്റ്റ് ടൈമിന് ഇങ്ങനെ തരാം. ഇതൊക്കെ പോർച്ചുഗലിൻ്റെ സ്കോഡ്, PSG സ്കോഡ്, യുണൈറ്റഡിൻ്റെ സ്കോഡ്, അങ്ങനെയൊക്കെ ആക്കി മാറ്റി വെച്ചാൽ ബ്രസീലിൻ്റെ സ്കോഡ്. അങ്ങനെയൊക്കെ എനിക്ക് ഈ പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. ഈ ടെസ്റ്റ് കളിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി ഇതാണ്. വേറെ സ്കോഡ് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക. അതും നല്ല കോമ്പിനേഷൻ ഉണ്ടായിരുന്ന MSN, ഈ MNM, നെയ്മർ, മെസ്സി, എംബാപ്പെ, അതൊക്കെ അങ്ങനെയായിട്ടുള്ള PSG സ്കോഡ്. പിന്നെ BBC ഇങ്ങനെയൊക്കെ. പറഞ്ഞ് അടുത്ത പ്രാവശ്യം കാണിച്ചു തരാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഇതാണ് എൻ്റെ സ്കോഡ്.